ഹായ് ഹലോ ആൻഡ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. വെറൈറ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണി, ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ബീഫ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ മീഡിയം സൈസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മാഗി ക്യൂബിൻ്റെ ഒരു 1/2 പാർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, കുരുമുളക്, കബ്സ മസാല എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ബീഫിലിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതും കൂടി ഇട്ട് കൊടുക്കുക. ജിഞ്ചർ ഗാർലിക് പെപ്പറുണ്ട് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. കുക്കറിൽ ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടുണ്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 4 വിസിൽ വന്നാൽ തന്നെ നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബിസ്ത തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഒരു 4 ഉള്ളി എടുത്തിട്ടുണ്ട്. നമ്മൾ മസാലയ്ക്കും ചോറിലേക്കും കൂടിയിട്ടാണ് ഈ ബിസ്ത തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ബിസ്ത തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ഓയിലിട്ടിട്ട് അങ്ങോട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ ഉള്ളി നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് നമ്മളങ്ങനെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി അങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ആക്കുന്നത് കുറച്ച് വെറൈറ്റിയാണ്. ക്യാരറ്റും കറിവേപ്പിലും നല്ലൊരു ഫ്ലേവറും സ്മെല്ലുമാണ് നമ്മുടെ ഈ ഒരു ബിരിയാണിക്ക് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഡിഫറെൻ്റ് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റുമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ക്യാരറ്റും കറിവേപ്പിലും കൂടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കുക. നമ്മൾ ചോറിൽ ക്യാരറ്റ് ഇടുന്നില്ല, അപ്പോൾ അതിന് പകരം നമ്മളിങ്ങനെ വറുത്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രൈ ആക്കൽ. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അപ്പോൾ മസാല ഉണ്ടാക്കുമ്പോൾ നമ്മൾ പാൻ വെക്കാം. നമ്മൾ ഈ ഫ്രൈ ആക്കിയിട്ടുള്ള സെയിം ഓയിലുണ്ടല്ലോ, അതുതന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊഴിച്ചിട്ട് നമ്മളിതിലേക്കുള്ള സവാള ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള സവാള ഇട്ട് കൊടുത്ത് എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കാം. ഇത് സവാള പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് പേസ്റ്റാണ്. അതുകൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ്. ഒരു 3 ചെറിയ പച്ചമുളകാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ എല്ലാതും നന്നായിട്ട് കുക്കായതിന് ശേഷം ഓരോ ഇൻഗ്രീഡിയൻസ് അടുത്തടുത്തായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇനി നമ്മളിതിൽ ചേർക്കുന്നത് തക്കാളിയാണ്. തക്കാളി നമ്മൾ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ 3 തക്കാളിയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഒരു തക്കാളി നമുക്ക് ആദ്യം പീസാക്കിയിട്ട് അങ്ങോട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടിട്ട് വേവിച്ചെടുക്കുക. പിന്നെ നമ്മൾ 2 തക്കാളി നമ്മൾ ബ്ലെൻഡറിൽ ഇട്ടിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ആ ഒരു ജ്യൂസാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊരു തക്കാളി നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് വേവിക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഈ തക്കാളിയുടെ ജ്യൂസ് കൂടി ചേർത്തിട്ട് അടച്ച് വെച്ചിട്ടൊരു 2 മിനിറ്റ് കൂടി വേവിക്കാം. അങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് തക്കാളി അങ്ങോട്ട് വെന്ത് കിട്ടുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയും എല്ലാതും അങ്ങോട്ട് മിക്സാക്കി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്കുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഗരം മസാല, മല്ലിപ്പൊടി, കബ്സ മസാല, മാഗി ക്യൂബ്. ഇത്രയും മസാലാസാണ് ഇതിൽ ചേർക്കുന്നത്. ഇപ്പോൾ ഒരു മാഗി ക്യൂബും ബാക്കിയൊക്കെ ഓരോ ടീസ്പൂൺ വെച്ചിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു നാരങ്ങയുടെ നീരാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു ബീഫ് മസാലയ്ക്ക് അത് കിട്ടുന്നത്. നമ്മൾ തൈരൊന്നും ചേർക്കുന്നില്ല, പകരം ഈ നാരങ്ങയുടെ നീരാണ് ചേർക്കുന്നത്. എന്നിട്ട് അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കിതിലേക്കുള്ള ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ വെന്ത ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് വാട്ടറി ആയിട്ടാണ് ഇപ്പോൾ ഇതുള്ളത് ഈ മസാല. ഇനി ഇത് നന്നായിട്ട് നമ്മുടെ ഒരു മസാലയുടെ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുന്ന വരെ നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് വേവിച്ച് കൊടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അടച്ച് വെക്കരുത്, തുറന്ന് വെച്ചിട്ട് തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് അങ്ങോട്ട് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ നെയ്യാണ്. നമ്മുടെ സാധാരണ പശു നെയ്യ് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ മസാലയ്ക്ക് കിട്ടുന്നത്. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് മല്ലിയില, 1 കൈപ്പിടി മല്ലിയില, 1 കൈപ്പിടി പുതിനയില, പിന്നെ നമുക്ക് ബിസ്ത നമ്മൾ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ചതച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നല്ല മുരിഞ്ഞതാണല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ഉരതി കൊടുത്താൽ തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്കതൊന്ന് അങ്ങനെ പൊടിച്ചിട്ടിടാം. പിന്നെ നമ്മൾ ഇതിലിടുന്നതാണ് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ മുസമ്പി നീരാണ്. അപ്പോൾ മുസമ്പിയുടെ നീര് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചോറുണ്ടാക്കുന്നത്, ഈ ഒരു മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരു മുസമ്പിയുടെ നീര് ജ്യൂസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൽ പുളി കൂടുമോ, ഇതിൽ മധുരം വരുമോ, ഇതിൽ കയ്പ്പ് വരുമോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഒന്നുമില്ല, നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് ഇതിൽ വരുന്നത്. ഒരു പുതിയൊരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യണം. ഈ ഒരു മുസമ്പിയുടെ നീരിൻ്റെ സ്റ്റെപ്പൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുന്നത്. ഇനി നമുക്കിതിലേക്കുള്ള ചോറ് തയ്യാറാക്കിയെടുക്കാം. ചോറ് നമ്മൾ ഊറ്റിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് തന്നെ ഏലക്ക, പട്ട, ഗ്രാമ്പൂ, പിന്നെ മുസമ്പിയുടെ തൊലി. അപ്പോൾ ആ ഒരു മുസമ്പിയുടെ ഒരു ടേസ്റ്റ് നന്നായിട്ട് നമ്മുടെ ഈ ഒരു ചോറിന് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ മുസമ്പിയുടെ തൊലിയും കൂടി ഇട്ടിട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. അപ്പോൾ നമ്മൾ ഊറ്റിയിട്ടാണല്ലോ വെക്കുന്നത്, അപ്പോൾ അതിന് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിൽ സെല്ല റൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അരി കഴുകിയിട്ട് നന്നായിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് വേവിച്ചെടുക്കുക. പെട്ടെന്ന് അത് വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ദമ്മിങ് ആണ്. അപ്പോൾ ആദ്യം മസാല ഇടുക, ചോറിടുക, അങ്ങനെ നമ്മൾ ലെയർ ആക്കിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ അത് നമ്മൾ മസാല നന്നായിട്ട് പരത്തിയിട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചോറ് നന്നായിട്ട് പരത്തിയിടുക. നന്നായിട്ട് പരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ മുസമ്പിയുടെ നീരുണ്ടല്ലോ, അത് നമ്മളൊരു മുസമ്പിയുടെ നീരെടുത്തിട്ട് അത് അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പിസ്ത, ക്യാരറ്റ്, കറിവേപ്പില, കശുവണ്ടി, കിസ്മിസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വെതറി കൊടുക്കുക. വീണ്ടും മസാല ഇടുക, ചോറിടുക, നമ്മുടെ ഈ ഒരു പിസ്ത, അണ്ടിപ്പരിപ്പ് ഒക്കെ ഇടുക. മേലെ നമ്മൾ മുസമ്പിയുടെ നീരൊഴിക്കണം കേട്ടോ. ഒഴിച്ചിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ദം ചെയ്യുക. സിമ്മിലിട്ടിട്ട് അങ്ങോട്ട് ദം ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ്. നമുക്ക് പേര് കേട്ടാൽ തന്നെ അറിയാം, കാ ബിരിയാണി. അപ്പോൾ അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പേരാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്, പുതിയൊരു ഫ്ലേവറാണ്. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ അങ്ങനെ ഒന്ന് വെച്ച് നോക്കുക. നമുക്ക് ഗസ്റ്റിനൊക്കെ ഒരുപാട് ഇഷ്ടമാവും. വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു പുതിയൊരു റൈസിൻ്റെ ഒരു പേരും കിട്ടി, പുതിയൊരു ഫ്ലേവറുള്ളൊരു ബിരിയാണിയും കിട്ടി. അപ്പോൾ എല്ലാവരും എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക.